ഈ മുഖം മൂടി കാണുമ്പോ ഏതോ ദുഷ്ടശക്തിയുടെ പ്രവൃത്തിയാണിതെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങോട്ട് നോക്കൂ ക്യാപ്റ്റൻ ബ്ലാക്ക്, എനിക്ക് ചിരിക്കാനാണ് തോന്നുന്നത്. ജയിലിലുള്ളവർ എങ്ങനെ പുറത്തുപോയി കുറ്റകൃത്യങ്ങൾ ചെയ്ത് വീണ്ടും ഈ ജയിലിനകത്ത് തന്നെ വന്നിരിക്കും? പറയൂ, കേൾക്കട്ടെ. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയൂ. എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? മുഖം മൂടി എങ്ങനെ ഉണ്ടാക്കിയത്? ഇതാ നോക്കൂ ക്യാപ്റ്റൻ ബ്ലാക്ക്, വില കൂടിയ രത്നങ്ങൾ ശേഖരിക്കാൻ വേണ്ടി ഞാൻ സൂപ്പർ ടീമുമായി മത്സരിച്ചു എന്നത് മാത്രമാണ് സത്യം. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇത്രയും സുരക്ഷിതമായ ഒരു സ്ഥലത്തു നിന്നും ഞാൻ രക്ഷപ്പെട്ടു പോയി ഇങ്ങനെയൊരു കുറ്റം ഞാൻ ചെയ്തിട്ടില്ല. നിങ്ങൾ എന്നെ കുഴയ്ക്കുകയാണ്. എന്തിനാ ഇത്ര ടെൻഷൻ? അല്ല, അവന്റെ കൈ നോക്കിക്കേ, അയക്ക് 2 കൈ ഉണ്ടല്ലോ. നിങ്ങൾ എന്തായി പറയുന്നത്? കാത്തവനായ 2 കൈയില്ല, എന്നാൽ നിനക്ക് 2 കൈകളുണ്ട്. അതുകൊണ്ട് നീ അവന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അങ്ങനെയാണോ? നമ്മൾ ക്ലോൺസിനോടാണോ സംസാരിക്കുന്നത്? അയ്യോ, ഞാൻ അങ്ങനെയൊന്നും നിന്നോട് പറഞ്ഞില്ലല്ലോടാ. നമ്മളിപ്പോ വിജ്ഞാനത്തെ അല്ല എതിർക്കുന്നത്, ദുഷ്ടശക്തികളെയാ എതിർക്കുന്നത്. നിങ്ങൾ അവസാനം പറഞ്ഞ കൊളോണിങ് ഞാൻ രൂപപ്പെടുത്തി സാർ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ തയ്യാറായി. ക്ലോൺ എല്ലാം റെഡിയാണല്ലോ. ഞാൻ തയ്യാറാക്കി നിർത്തിയിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സെക്ഷൻ 13 ഓരോരോ ക്ലോണുകളെയായി അയച്ച് അതിനകത്തുള്ളതിന് പുറത്തേക്ക് കൊണ്ടുവരേണ്ടതാണ്. ഇതാണ് നമ്മുടെ മാസ്റ്റർ പ്ലാൻ. ക്ലോൺസിനെ കുറിച്ചുള്ള മീറ്റിംഗിലേക്കല്ലേ പോണത്? ജൂലി, ഈ മീറ്റിംഗ് ടീം മെമ്പേഴ്സിന് മാത്രമേ ഉള്ളൂ. അതെ, വേഗം വരാട്ടോ. ജാക്കി, എന്നെ പോലെ ഡൂപ്പുണ്ടാവല്ലേ? ആലോചിക്കണ്ട, തീർച്ചയായിട്ടും ഉണ്ടാവും. ടീമിന് പ്രധാനപ്പെട്ട ആള് ഞാനായത് കൊണ്ട് എന്റെ ഡൂപ്പും ഉണ്ടാവും. ഓ, സഹിക്കാൻ പറ്റുന്നില്ല. ഇനി വേറൊരു ജൂലിയോ? ഇതെന്റെ ഡ്യൂപ്ലിക്കേറ്റ് എന്നാ ഞാൻ ഓർത്തെ. അല്ല, ഇതിനു മുമ്പ് ഇവിടെ കണ്ണാടി ഉണ്ടായിരുന്നോ? ഇത് കണ്ണാടി തന്നെ. ഹലോ. താഴെ പോണോ അല്ലേ? നീ വിഷമിക്കണ്ട, നിന്റെ അടുത്ത് ഞാനുണ്ടടാ. ഈ ഡ്യൂപ്ലിക്കേറ്റ്സ് എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. കാത്തവനായ കൈയില്ലാത്തതുപോലെ ഇതിൽ ഏതെങ്കിലും ഒന്ന് മിസ്സായിരിക്കും. എന്നാൽ മനുഷ്യനേക്കാൾ കൂടുതൽ ശക്തി അതിനുണ്ടായിരിക്കും. എന്തുകൊണ്ടെന്നാൽ അത് മാന്ത്രിക ശക്തി കൊണ്ടാണ്. നമുക്കതിനെ തോൽപ്പിക്കാം. ഈ പ്രാവശ്യം പുതിയതായിട്ട് നേരിടാം. ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റിന്റെ ഒപ്പം ഫൈറ്റ് ചെയ്യും. നല്ലത് ചീത്തയോടെ നേരിടും. ജൂലിയുടെ ഒപ്പം ഫൈറ്റ് ചെയ്യും. ആവശ്യമില്ലാത്തത് സംസാരിച്ച് എന്നെ കൺഫ്യൂഷൻ ആക്കാതെ. മന്ത്രം കൊണ്ട് മന്ത്രത്തിനെ തോൽപ്പിക്കാൻ കഴിയൂ. സാർ എപ്പോഴും ലേറ്റ് ആയിട്ടല്ലേ വരും? ഞാൻ കുറച്ച് താമസിച്ചു പോയി, ക്ഷമിക്കണം. ശരി, ഇനി ഒരു പ്രധാന കാര്യം, ഈ ഡ്യൂപ്ലിക്കേറ്റിന്റെ മേൽ നമ്മുടെ കണ്ണ് എപ്പോഴും ഉണ്ടായിരിക്കണം. അങ്കിൾ, നമ്മൾ കുറച്ച് സൂക്ഷിക്കണം കേട്ടോ. നീ ജാക്കിയുടെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അല്ല, അത് എനിക്ക് അല്ല, അത് ഞാനല്ല. എനിക്കിട്ട് നീ പണിയുവാണല്ലേ? യഥാർത്ഥത്തിലുള്ള ജാക്കി ചാൻ ആരാണെന്ന് അറിയില്ലല്ലോ. ഞാനൊരു ചോദ്യം ചോദിക്കാം. യഥാർത്ഥ ജാക്കിക്ക് മാത്രമേ ഉത്തരം പറയാനാവൂ. ജാക്കി, എന്റെ ബർത്ത്ഡേ എന്നാണെന്ന് പറയൂ. ജാക്കി എന്നെ കുറിച്ചെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടെന്നാ കരുതിയത്. ശരി ജാക്കി, ഈ സൺഡേ എനിക്ക് മൂസ്വേൾഡിലേക്ക് വിളിച്ചോണ്ട് പോവോ? തീർച്ചയായിട്ടും കഴിയില്ല. നിനക്ക് ഹോംവർക്ക് ചെയ്യാനില്ലേ? ഇരിക്കുന്നോണാണ് ഡ്യൂപ്ലിക്കേറ്റ്. ക്ഷമിക്കണം, ഞാൻ പിന്നീട് വന്ന് നിങ്ങളെ കണ്ടോളാം. ഡോണ്ട് വറി, ഡ്യൂപ്ലിക്കേറ്റ് ജാക്കി നമുക്ക് കാത്തവരായന്റെ സ്ഥലം കാണിച്ചു തരും. ഞാൻ അതീവ ബുദ്ധിയോടെ ട്രാക്കിംഗ് ഡിവൈസ് അവന്റെ